വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ക്ലാസ് 2 ഇന്റഗ്രേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. എക്സാം ക്ലാസ് ആണ്, ഓണം എക്സാം ക്ലാസ് ആണ്, ഇന്റഗ്രേഷൻ ആണ്. ഓക്കെ, റെഡിയാണോ? റെഡിയാണ്. ഓക്കെ, ക്ലാസ്സിൽ ശ്രദ്ധിക്കാവോ? ക്ലാസ് ശ്രദ്ധിച്ചിരിക്കാവോ? യെസ്. ഓക്കെ, കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് നൽകുന്നുണ്ട്. ഇപ്പോൾ ഓണം എക്സാം കഴിയാറായിട്ടുണ്ട്. ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ടേമിന്റെ ക്ലാസ് ഈ ഓണം എക്സാം കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG UKG ക്ലാസ്സുകൾ കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. സ്കൂളിൽ പോകാത്ത കുട്ടികൾക്ക് റെഗുലർ ക്ലാസ്സസ് നൽകുന്നുണ്ട്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷനും നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ കുട്ടികൾക്കുള്ള ബേസിക് ക്ലാസ് ആണ് ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ആൻഡ് മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഈ ഒരു ക്ലാസ് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. മലയാളം റീഡിംഗ് റൈറ്റിംഗ്, അതായത് മലയാളം കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ബേസിക് ക്ലാസ് ആണ്. മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് സെപ്റ്റംബറിൽ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ടതാണ്. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ പ്രവർത്തനം, എൻ്റെ നാട്ടിലെ ജലസ്രോതസ്സുകൾ. നിങ്ങൾക്ക് ചിലപ്പോൾ പിക്ചേഴ്സ് നൽകിയിട്ടുണ്ടാവും. ജലസ്രോതസ്സിന്റെ പിക്ചേഴ്സും ജലസ്രോതസ് അല്ലാത്ത പിക്ചേഴ്സ് നൽകിയിട്ടുണ്ടാവും. ആ ചിത്രങ്ങളിൽ നിന്ന് ജലസ്രോതസ്സുകൾ വട്ടം നൽകാനായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ വരച്ചു ചേർക്കാനായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ജലസ്രോതസ്സുകളുടെ പേര് എഴുതാനായിരിക്കും ചോദിക്കുക. നിങ്ങൾക്ക് എഴുതാനായിരിക്കും ചോദിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന ഒരു ജലസ്രോതസ്സിന്റെ പേരെഴുതുക. അങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാനായിട്ട് അറിയണം. അതിനായിട്ട് ജലസ്രോതസ്സുകൾ, ജലം കിട്ടുന്നത് എവിടെ നിന്നെല്ലാം, അതാണ് ജലസ്രോതസ്. മനസ്സിലായല്ലോ? നിങ്ങളുടെ നാട്ടിൽ എവിടെ നിന്നൊക്കെയാണ് ജലം കിട്ടുന്നത്? ഇവിടെ ഒരു ഉദാഹരണം നൽകിയിട്ടുണ്ട്. പുഴയിൽ വെള്ളമുണ്ട് അല്ലേ, ജലമുണ്ട്. പുഴയിൽ നിന്ന് ജലം കിട്ടാറുണ്ട്. പുഴയിലെ ജലം കൃഷിക്കായിട്ടും ഒത്തിരി കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, നമുക്കറിയാവുന്നതാണ്. അതുപോലെ നമ്മുടെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്തെ ജീവജാലങ്ങൾക്ക് ജലം കിട്ടുന്ന സ്രോതസ്സുകൾ ഏതൊക്കെ? അപ്പോൾ നമ്മുടെ നാട്ടിലെ ജലസ്രോതസ്സുകൾ, ഒന്നാമത്തേത് പുഴ. രണ്ടാമത്തേത് എന്താണ്? നിങ്ങൾക്ക് അറിയാവുന്ന ഒന്ന് പറഞ്ഞോളൂ. ഒത്തിരി ഉണ്ട്. അപ്പോൾ നിങ്ങൾ എഴുതിയല്ലോ, നിങ്ങൾ എഴുതിക്കോളൂ, ബുക്കിൽ എഴുതിക്കോളൂ. നിങ്ങൾക്ക് അറിയാവുന്ന ജലസ്രോതസ്സുകൾ ബുക്കിൽ എഴുതിയേ, അല്ലെങ്കിൽ വേഗത്തിൽ ഒന്ന് പറഞ്ഞു നോക്കിയേ. പുഴ പോലെ വേറൊന്നില്ലേ? കുളം നിങ്ങൾ എഴുതിയതിലുണ്ടോ? ഓക്കെ, കുളം. മൂന്നാമത്തേത് കിണർ. നിങ്ങളുടെ ലിസ്റ്റിൽ കിണർ ഉണ്ടോ? കിണർ നിങ്ങൾ എഴുതിയായിരുന്നോ? യെസ്. അപ്പൊ പുഴ, കുളം, കിണർ. അടുത്ത ജലസ്രോതസ്സാണ് തടാകം. തടാകം എഴുതിയോ? ഓക്കെ, തടാകം എഴുതാത്തവർ ഓർമ്മിച്ചു വെച്ചോളൂ കേട്ടോ. തടാകം എന്താണ്? ഒരു ജലസ്രോതസ്സാണ്. അടുത്ത ജലസ്രോതസ്സാണ് കായൽ. കായൽ എന്ന് പറയുന്നത് ജലസ്രോതസ്സാണ്. തടാകം, കായൽ. അടുത്തതാണ് നദി. ഇനി ഈ കൂട്ടത്തിൽ പെടാത്ത ഒരു പേര് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. കടൽ എഴുതിയോ? കടലിലും ജലമുണ്ട്. ഓക്കെ, അപ്പൊ എൻ്റെ നാട്ടിലെ ജലസ്രോതസ്സുകൾ പുഴ, കുളം, കിണർ, തടാകം, കായൽ, നദി. അപ്പോൾ നിങ്ങൾക്ക് ജലസ്രോതസ്സുകളുടെ പേര് എഴുതാൻ പറഞ്ഞാൽ ഈ പേരുകളെല്ലാം എഴുതാൻ പഠിച്ചു വെച്ചേക്കുക. എഴുതാൻ നിങ്ങൾക്ക് അറിയാലോ? യെസ്. ഇനി ഇതിന്റെ ചിത്രങ്ങൾ തന്നാൽ ജലസ്രോതസ്സുകളിന് ചുറ്റും വട്ടം വരയ്ക്കുക എന്ന് പറഞ്ഞാലും വട്ടം വരയ്ക്കാനും അറിയാലോ. തെറ്റിക്കില്ലല്ലോ ആരും? ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, പ്രവർത്തനം 2, നിങ്ങൾക്കറിയാവുന്ന ഒരു ജലസ്രോതസ്സിനെ കുറിച്ച് എഴുതുക. കിണറിനെ കുറിച്ച് എഴുതാം, പുഴയെ കുറിച്ച് എഴുതാം, കുളത്തിനെ കുറിച്ച് എഴുതാം. നിങ്ങൾക്ക് അറിയാവുന്ന ഇത് മൂന്നും നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. കിണർ അറിയാം, കുളം അറിയാം, പുഴ അറിയാം. ടീച്ചർ ഇവിടെ കുളത്തെ കുറിച്ചാണ് കേട്ടോ എഴുതാൻ പോകുന്നത്. അപ്പൊ ടീച്ചർ ആദ്യം എന്തിനെ കുറിച്ചാണ് എഴുതാൻ പോകുന്നത്? മുകളിൽ എഴുതി കുളം.
അപ്പോൾ നിങ്ങൾ ഏത് ജലസ്രോതസ്സിനെ കുറിച്ചാണോ എഴുതുന്നത് അത് നിങ്ങൾ മുകളിൽ ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് അടിയിൽ വരയിടുക, എന്നിട്ട് മാത്രം എഴുതി തുടങ്ങുക. ടീച്ചറുടെ കുളത്തെക്കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. നമ്മുടെ നാട്ടിൽ ചെറുതും വലുതുമായ നിറയെ കുളങ്ങളുണ്ട്. ഇനി നിങ്ങൾ പുഴയെക്കുറിച്ച് എഴുതുന്നെങ്കിലോ നമ്മുടെ നാട്ടിൽ പുഴയുണ്ട് എന്ന് എഴുതാം. നമ്മുടെ നാട്ടിൽ ചെറുതും വലുതുമായ നിറയെ കുളങ്ങളുണ്ട്. കുളത്തിലെ വെള്ളം ഒഴുകിപ്പോകാതെ കെട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുളം ഏതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കുളത്തിന്റെ പിക്ചർ തന്നിട്ട് നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യനിൽ അങ്ങനെ ഉണ്ടായിരുന്നു, ഒരു കുളത്തിന്റെ പിക്ചർ ആയിരുന്നു നൽകിയിരുന്നത്. കുളം എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? വെള്ളം ഒരു സർക്കിൾ പോലെ ഒരു ഇതിനുള്ളിൽ കെട്ടി നിൽക്കും, അതാണ് കുളം. ഒഴുകി പോകത്തില്ല, വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കത്തില്ല. എന്താണ് കുളം എന്ന് പറയുന്നത്? വെള്ളം ഒഴുകി പോകാതെ കെട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്. കുളത്തിലെ വെള്ളം എന്ത് ചെയ്യത്തില്ല? ഒഴുകി പോകാതെ കെട്ടി നിൽക്കും. കുളത്തിലെ വെള്ളത്തിന്റെ പ്രത്യേകത എന്താ? കുളത്തിലെ വെള്ളം ഒഴുകി പോകാതെ കെട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇനി കുളം എന്തിനൊക്കെയാ ഉപയോഗിക്കുന്നേ? മീൻ വളർത്താൻ, നീന്തൽ പഠിക്കാൻ, ഇതിനൊക്കെ കുളം ഉപയോഗിക്കുന്നു. മീൻ വളർത്താനും നീന്തൽ പഠിക്കാനും കുളം ഉപയോഗിക്കുന്നു. മീൻ വളർത്താൻ, മീൻ ഒഴുകി പോകത്തില്ല, മീൻ വളർത്താൻ കഴിയും. നീന്തൽ പഠിക്കാം, ആ ഒരു റൗണ്ടിനുള്ളിൽ എന്ത് ചെയ്യുക? കുളത്തിനുള്ളിൽ നീന്തൽ പഠിക്കാം. അപ്പോൾ മീൻ വളർത്താനും നീന്തൽ പഠിക്കാനും എല്ലാം കുളം ഉപയോഗിക്കുന്നു. ഇനി കൃഷിക്കായി കുളത്തിലെ വെള്ളം ഉപയോഗിക്കുന്നു. കൃഷിക്കായിട്ട് എന്ത് ചെയ്യുന്നു? ആൾക്കാർ അതിൽ നിന്ന് വെള്ളം എടുക്കാറുണ്ട്. കൃഷിക്കായി കുളത്തിലെ വെള്ളം ഉപയോഗിക്കുന്നു. കന്നുകാലികളെ കുളിപ്പിക്കാനും വാഹനങ്ങൾ കഴുകാനും കുളത്തിലെ വെള്ളം ഉപയോഗിക്കാറുണ്ട്. കന്നുകാലികളെ കുളിപ്പിക്കാനും വാഹനങ്ങൾ കഴുകാനും കുളത്തിലെ വെള്ളം ഉപയോഗിക്കാറുണ്ട്. കുളത്തിൽ ആമ്പൽ, താമര, പായലുകൾ എന്നിവ വളരുന്നു. അപ്പോൾ ജലത്തിൽ വളരുന്ന ചെടികൾ ഏതൊക്കെയാണ്? കുളത്തിൽ എന്തൊക്കെയാ വളരുന്നേ? ആമ്പൽ, താമര, പായലുകൾ എന്നിവ കുളത്തിൽ വളരുന്നു. ഇനി അവിടുത്തെ ജീവികൾ ഏതൊക്കെയാ? മീൻ, ആമ, തവള, നീർക്കോലി ഇവ കുളത്തിൽ ജീവിക്കുന്നു. മീൻ, ആമ, തവള, നീർക്കോലി ഇവ കുളത്തിൽ ജീവിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ കുളത്തെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കുളം എന്താണ്? നമ്മുടെ നാട്ടിൽ ചെറുതും വലുതുമായ നിറയെ കുളങ്ങളുണ്ട്. കുളത്തിലെ വെള്ളം ഒഴുകി പോകാതെ കെട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്. മീൻ വളർത്താനും നീന്തൽ പഠിക്കാനും കുളം ഉപയോഗിക്കുന്നു. കൃഷിക്കായി കുളത്തിലെ വെള്ളം ഉപയോഗിക്കുന്നു. കന്നുകാലികളെ കുളിപ്പിക്കാനും വാഹനങ്ങൾ കഴുകാനും കുളത്തിലെ വെള്ളം ഉപയോഗിക്കാറുണ്ട്. കുളത്തിൽ ആമ്പൽ, താമര, പായലുകൾ എന്നിവ വളരുന്നു. മീൻ, ആമ, തവള, നീർക്കോലി ഇവ കുളത്തിൽ ജീവിക്കുന്നു. കുളത്തെ ഒരു ജലസ്രോതസ്സിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ കുളത്തെക്കുറിച്ച് എഴുതാൻ അറിയാലോ, എഴുതത്തില്ലേ? യെസ്. ജലം സംരക്ഷിക്കുവാനുള്ള പോസ്റ്റർ തയ്യാറാക്കുക എന്നതാണ് പ്രവർത്തനം 3. പ്രവർത്തനം 3 ജലം സംരക്ഷിക്കുവാനുള്ള പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ പോസ്റ്റർ, ജലം സംരക്ഷിക്കൂ എന്ന് പറഞ്ഞുള്ള പോസ്റ്റർ തയ്യാറാക്കണം. ടീച്ചർ ഇവിടെ 3 പോസ്റ്ററുകൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ ഓർമ്മയിരിക്കുന്നത് അത് നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. ജലം അമൂല്യമാണ്, കാത്തു സൂക്ഷിക്കാം നമ്മുടെ ജലസ്രോതസ്സുകളെ, നാളേക്കായുള്ള വെള്ളം കരുതി വയ്ക്കാം. അപ്പോൾ 3 പോസ്റ്റർ വാക്യങ്ങൾ ടീച്ചർ നൽകി. ജലം അമൂല്യമാണ്, ജലം അമൂല്യമാണ്. നിങ്ങൾ പോസ്റ്റർ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ഇതുപോലെ വരച്ചിട്ട് എഴുതണം കേട്ടോ. ജലം അമൂല്യമാണ്. അടുത്ത് നമുക്ക് വേറെ എന്ത് എഴുതാം? കാത്തു സൂക്ഷിക്കാം നമ്മുടെ ജലസ്രോതസ്സുകളെ, കാത്തു സൂക്ഷിക്കാം നമ്മുടെ ജലസ്രോതസ്സുകളെ. ഇനി നാളേക്കായുള്ള വെള്ളം കരുതി വയ്ക്കാം, നാളേക്കായുള്ള വെള്ളം കരുതി വയ്ക്കാം. 3 പോസ്റ്ററിന്റെ വാക്യങ്ങൾ മനസ്സിലായോ? പോസ്റ്റർ വാക്യങ്ങൾ മനസ്സിലായോ? ഓർമ്മയിരിക്കോ? ജലം അമൂല്യമാണ്, കാത്തു സൂക്ഷിക്കാം നമ്മുടെ ജലസ്രോതസ്സുകളെ, നാളേക്കായുള്ള വെള്ളം കരുതി വയ്ക്കാം. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ജലസ്രോതസ്സുകൾ ഏതൊക്കെയെന്ന് പഠിച്ചു. നിങ്ങൾക്കറിയാവുന്ന ഒരു ജലസ്രോതസ്സിനെ കുറിച്ച് എഴുതാൻ പഠിച്ചു. ഈ ജലം സംരക്ഷിക്കുന്നതിനുള്ള പോസ്റ്റർ തയ്യാറാക്കാനും പഠിച്ചു. ഓക്കെ, ഓർമ്മയിരിക്കില്ലേ? എക്സാമിൽ നിന്ന് ചോദ്യം വന്നാൽ തെറ്റാതെ നിങ്ങൾ എഴുതണം കേട്ടോ. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.